മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാദി സ്വർഗത്തിൽ എന്നും ജീവിക്കുന്ന ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ നിസ്തുലമായ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. കത്തോലിക്ക മതത്തിലേക്ക് ചേർന്ന സുലൈമാൻ തുർക്കിയുടെ ദുരുപദേശങ്ങളെ തുറന്നു കാണിച്ചുകൊണ്ട് ചില മാസങ്ങൾക്ക് മുൻപ് എൻ്റെ സഹോദരൻ അജീഷ് കെ ജോസഫ് ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിന് മറുപടിയില്ലാതായ സുലൈമാൻ തുർക്കി അജീഷ് ബ്രദറിന്റെ വൈഫിനെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയും അക്കാര്യം അജീഷ് ബ്രദറിന്റെ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് ഇടുകയും ഉണ്ടായി. അത് കണ്ടപ്പോൾ ഉപദേശപരമായ തർക്കങ്ങളിലോ ആശയപരമായ എതിർപ്പുകളിലോ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ വെറുതെ വലിച്ചിഴക്കരുത് എന്ന് ഞാൻ അതിന്റെ താഴെ കമന്റ് ചെയ്യുകയും ചെയ്തതാണ്. എന്നാൽ സുലൈമാൻ തുർക്കി ആ മുന്നറിയിപ്പിനെ അവഗണിച്ചുകൊണ്ട് വീണ്ടും അതേ കമന്റ് അജീഷ് ബ്രദറിന്റെ വൈഫിനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് സഹിതം ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്യുകയുണ്ടായി. ആ കമന്റ് കണ്ടതുകൊണ്ട് മാത്രം സുലൈമാൻ തുർക്കിക്കെതിരെ ഞാനൊരു വീഡിയോയും ചെയ്തു. അതോടുകൂടെ അക്കാര്യം ഞാൻ വിട്ടുകളഞ്ഞതാണ്. ആ ഒരു വീഡിയോ ചെയ്ത് അത് ഞാൻ വിട്ടുകളഞ്ഞതാണ്. അതിന്റെ ബാക്കി വീഡിയോ ചെയ്യാൻ പല ആളുകളും എന്നോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ഞാനത് ചെയ്യാതിരിക്കുകയായിരുന്നു. കത്തോലിക്കരുടെ ഇടയിൽ ദുരുപദേശം പറയുന്നവനെ കത്തോലിക്ക മത നേതൃത്വം തിരുത്തട്ടെ എന്നുള്ളതായിരുന്നു എന്റെ നിലപാട്. സത്യം പറഞ്ഞാൽ അജീഷ് ബ്രദറിന്റെ ഭാര്യയെ ഗൂഗിളിൽ സെർച്ച് ചെയ്തു എന്നും പറഞ്ഞ് അജീഷ് ബ്രദറിന്റെ യൂട്യൂബ് വീഡിയോയ്ക്ക് കീഴിൽ സുലൈമാൻ ഇട്ട കമന്റ് ഫേസ്ബുക്കിലും കൊണ്ടുവന്ന് വീണ്ടും ഇട്ടില്ലായിരുന്നെങ്കിൽ സുലൈമാനെതിരെ ഞാൻ ആ വീഡിയോ പോലും ചെയ്യില്ലായിരുന്നു. ആ ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. എതിരാളിയുടെ വാദങ്ങൾക്ക് മറുപടി ഇല്ലാത്തത് കൊണ്ട് വീട്ടിലിരിക്കുന്ന എതിരാളിയുടെ ഭാര്യയെക്കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അതിന്റെ സ്ക്രീൻഷോട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നവന്മാർ ക്രൈസ്തവ ആശയ സംവാദത്തിന് കൊള്ളാവുന്നവരല്ല. അതിപ്പോ എത്ര വലിയ ധ്യാന ഗുരുക്കന്മാരാണെന്ന് പറഞ്ഞാലും ക്രൈസ്തവ ആശയ സംവാദത്തിന് അവരെ കൊള്ളുകയില്ല. അത്തരം ആളുകളെ കൃത്യമായി എക്സ്പോസ് ചെയ്തില്ലെങ്കിൽ ഈ പരിപാടി അവന്മാർ വീണ്ടും എടുക്കും. അതിന്റെ അനന്തരഫലം ക്രൈസ്തവ ആശയ സംവാദ മേഖലയിലുള്ളവരുടെ ഭാര്യമാർ സോഷ്യൽ മീഡിയയിൽ പരിഹാസ വ്യക്തിത്വങ്ങളായി മാറും എന്നുള്ളതാണ്. അത് സംഭവിക്കരുതെന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. 1,00,000 മുകളിൽ വ്യൂവേഴ്സ് ലഭിച്ച വീഡിയോ ആയിരുന്നിട്ട് പോലും ഞാൻ അതിന്റെ തുടർച്ചയായി അടുത്ത വീഡിയോ ചെയ്തില്ല. കത്തോലിക്കർക്കിടയിൽ ദുരുപദേശം പറയുന്നവനെ തിരുത്താൻ ആ മതത്തിന്റെ നേതൃത്വമാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ പുറത്തുള്ള അനിൽകുമാർ അയ്യപ്പനല്ല എന്ന ബോധ്യത്തിലാണ് ഞാൻ മിണ്ടാതിരുന്നത്. കുറച്ചു നാളുകൾക്ക് മുൻപേ സുലൈമാൻ തുർക്കി ഇറക്കിയ വീഡിയോയിൽ അയ്യപ്പനും കൂട്ടരും എന്ന് പറഞ്ഞുകൊണ്ട് ട്രൂത്ത് ഫൈറ്റേഴ്സിലെ സഹോദരന്മാരെയും എന്നെയും അവഹേളിച്ച് സംസാരിച്ചിട്ട് പോലും ഞാനൊരു മറുപടി വീഡിയോ ഇറക്കാതെ മിണ്ടാതിരുന്നത് ഈ ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സുലൈമാൻ തുർക്കിയുടെ ദുരുപദേശത്താൽ ബാധിക്കപ്പെടാൻ പോകുന്നത് കത്തോലിക്കരാണ്. ക്ലബ് ഹൗസ് കത്തോലിക്കരിൽ നിന്ന് പണ്ടേ ഞങ്ങൾക്കൊരു തിട്ടൂരം കിട്ടിയിട്ടുണ്ട്. കത്തോലിക്കർക്ക് വേണ്ടി അയ്യപ്പനും തങ്കപ്പനും ഒന്നും സംസാരിക്കേണ്ട കാര്യമില്ലടാ എന്നതാണ് ആ തിട്ടൂരം. സുലൈമാൻ തുർക്കി കത്തോലിക്കരെ കൊണ്ടുപോയി ഇസ്ലാമിന്റെ തൊഴുത്തിൽ കെട്ടുന്നതിൽ കത്തോലിക്കർക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ എനിക്കാണോ പ്രശ്നം? എനിക്കെന്ത് പ്രശ്നം? വെറുതെ എന്തിനാണ് മരിച്ചുപോയ എന്റെ പിതാവിനെ ക്ലബ് ഹൗസിലെയും ഫേസ്ബുക്കിലെയും കത്തോലിക്കരിൽ നിന്ന് തെറിവിളി കേൾപ്പിക്കുന്നത് എന്നോർത്ത് ഞാനും മിണ്ടാതിരുന്നു. എന്നാൽ ഇപ്പോൾ സാഹചര്യം മാറി. സുലൈമാൻ തുർക്കിയുടെ ഇസ്ലാം പ്രൊമോട്ടിംഗ് വീഡിയോകൾ കണ്ട് ഇസ്ലാമുമായി മനസ്സിണക്കപ്പെട്ട കത്തോലിക്കർ സുലൈമാൻ തുർക്കിയുടെ ദുരുപദേശങ്ങൾ അവരുടെ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യൻ സുഹൃത്തുക്കളുടെ ഉള്ളിലേക്ക് കടത്തിവിടാൻ ശ്രമിക്കുകയും അതിന്റെ ഫലമായി അവർ ആശയക്കുഴപ്പത്തിലാകുകയും ചെയ്തിട്ടുണ്ട്. ചില ബ്രദറൻ പെന്തക്കോസ്റ്റ് വിശ്വാസികൾ പോലും ക്ലബ് ഹൗസിൽ റൂമുകൾ ഇട്ട് അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതോ അള്ളാഹുവിന് മഹത്വം കൊടുക്കുന്നതോ ഒന്നും തെറ്റല്ല എന്ന് പറയുകയുണ്ടായി. അത് മാത്രമല്ല, യേശുക്രിസ്തു പോലും അള്ളാഹു എന്ന പേര് വിളിച്ചിട്ടുണ്ട്, അള്ളാഹുവിന്റെ പേരിൽ സമാധാനം ആശംസിച്ചിട്ടുണ്ട് എന്ന് വരെ ഇക്കൂട്ടർ പറയുകയും ചെയ്തു. ഒരു ബ്രദറുകാരനാണ് അത് പറഞ്ഞത്. എനിക്ക് വളരെ പരിചയമുള്ള, വർഷങ്ങളായി പരിചയമുള്ള ബ്രദറുകാരനാണ്. അള്ളാഹു എന്നത് അറബി വാക്കാണ്. യേശുക്രിസ്തു അറബി ഭാഷയല്ല സംസാരിച്ചത്, അരാമിക്കും ഗ്രീക്കുമാണ്. അരാമിക്കിലോ ഗ്രീക്കിലോ അള്ളാഹു എന്ന വാക്കില്ല. അതുകൊണ്ട് തന്നെ കർത്താവ് ആ വാക്ക് ഉപയോഗിച്ചിട്ടുമില്ല എന്ന ലളിതമായ കാര്യം പോലും സുലൈമാൻ തുർക്കിയുടെ സ്വാധീനത്തിൽ അകപ്പെട്ടവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നതാണ് വസ്തുത. ഏതായാലും ഇതോടെയാണ് ഇസ്ലാമിനെ കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചും ഈസയെ കുറിച്ചും ഒക്കെയുള്ള സുലൈമാൻ തുർക്കിയുടെ ദുരുപദേശങ്ങൾ കത്തോലിക്കരെ മാത്രമല്ല ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരെയും സ്വാധീനിക്കുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായത്.
കത്തോലിക്കരെ സുലൈമാൻ തുർക്കി വഴിതെറ്റിക്കുന്നതിൽ കത്തോലിക്ക മത നേതൃത്വത്തിന് യാതൊരു പ്രശ്നവുമില്ലായിരിക്കാം. അവരതൊക്കെ കണ്ട് കണ്ണടച്ച് മിണ്ടാതിരിക്കുകയും ചെയ്തേക്കും. പക്ഷെ ഞങ്ങളുടെ ചെറുപ്പക്കാർ വഴിതെറ്റി പോകുന്നതിൽ ഞങ്ങൾക്ക് പ്രശ്നമുണ്ട്. ദൈവം അവരുടെ രക്തത്തിന്റെ കണക്ക് ഞങ്ങളോട് ചോദിക്കുമെന്നുള്ള വ്യക്തമായ ബോധ്യത്തിലാണ് ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആരും അപ്പോസ്തലന്മാർ പ്രസംഗിച്ച ക്രിസ്തുവിനെ വിട്ട് മറ്റൊരു ക്രിസ്തുവിന്റെ പുറകെയോ മറ്റൊരു സുവിശേഷത്തിന്റെ പുറകെയോ മറ്റൊരു ആത്മാവിന്റെ പുറകെയോ സത്യദൈവമാണെന്ന് തെറ്റിദ്ധരിച്ച് വെളിച്ചദൂതന്റെ വേഷത്തിൽ വന്ന സാത്താന്റെ പുറകെയോ പോകരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹത്തിന്റെ പുറത്താണ് ഈ വീഡിയോയും ദൈവം അനുവദിച്ചാൽ ഇനി വരാനുള്ള വീഡിയോകളും ഞങ്ങൾ ചെയ്യുന്നത്. സുലൈമാൻ തുർക്കിയുടെ ദുരുപദേശങ്ങൾക്കെതിരായി സത്യോപദേശം എന്താണ്, അല്ലെങ്കിൽ വസ്തുതകൾ എന്താണ് എന്ന് പറയാനേ ഞങ്ങൾക്ക് പറ്റൂ. അത് മനസ്സിലാക്കി അംഗീകരിച്ച് അള്ളാഹുവിനെ തള്ളിപ്പറഞ്ഞ് യേശുക്രിസ്തുവിന്റെ പാതയിലേക്ക് മടങ്ങി വരിക എന്നുള്ളത് സുലൈമാന്റെ വഞ്ചനയിലും വ്യാജ പ്രബോധനങ്ങളിലും കുടുങ്ങി ഇസ്ലാമുമായി മനസ്സിണക്കപ്പെട്ട ക്രിസ്ത്യാനികളുടെ ഉത്തരവാദിത്തമാണ്. എന്നുവെച്ചാൽ പ്രബോധിപ്പിക്കാൻ മാത്രമേ ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. പ്രബോധനം കൈക്കൊള്ളണോ വേണ്ടയോ എന്നുള്ളത് കേൾക്കുന്നവരുടെ സ്വാതന്ത്ര്യമാണ്. നിങ്ങൾ ഇത് സ്വീകരിച്ചാലും തള്ളിക്കളഞ്ഞാലും ഞങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾ ചെയ്തു എന്നുള്ള ബോധ്യത്തിൽ ദൈവം മുൻപാകെ ഞങ്ങൾക്ക് നിൽക്കാം. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അജീഷ് ബ്രദറിന്റെ ഭാര്യയെ സുലൈമാൻ തുർക്കി ഗൂഗിൾ ചെയ്ത് നോക്കിയെന്നും പറഞ്ഞ് കമന്റ് ഇട്ടതിന്റെ പേരിൽ സുലൈമാൻ തുർക്കിയെ എക്സ്പോസ് ചെയ്തുകൊണ്ട് ഞാനിട്ട വീഡിയോയുടെ കീഴിൽ സുലൈമാന്റെ ഫാൻസ് വന്നിട്ട് പറയുന്നത്, മാരിയോ ബ്രദർ മറ്റുള്ളവർക്ക് വീടുകൾ വെച്ചു കൊടുക്കുന്നുണ്ട്, ധാരാളം പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ട്, അതുകൊണ്ട് മാരിയോ ബ്രദറിനെതിരെ ഒന്നും പറയരുതെന്നാണ്. ആ കമന്റുകളൊക്കെ വായിച്ചപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. ഇവരെയൊക്കെ എത്ര എളുപ്പത്തിൽ ആളുകൾക്ക് പറ്റിക്കാൻ കഴിയുന്നു എന്നോർത്ത് സുലൈമാൻ ഫാൻസിനോട് എനിക്ക് സഹതാപവും തോന്നി. ഞങ്ങളുടെ നാട്ടിൽ കാർന്നോമാര് പറയും, അയലത്തെ വീട്ടിലെ സദ്യക്ക് വിളമ്പുമ്പോൾ കാണിച്ചു തരാം എന്റെ ഔദാര്യം എത്രത്തോളം ഉണ്ടെന്ന്. സംഭവം എന്താണെന്ന് മനസ്സിലായോ? സ്വന്തം വീട്ടിലെ സദ്യക്ക് പിശുക്കിയേ വിളമ്പുകയുള്ളൂ. താൻ പണിയെടുത്ത് ചോര നീരാക്കി സമ്പാദിച്ച പണം കൊണ്ട് നടത്തുന്ന സദ്യയല്ലേ, അപ്പൊ പിശുക്കിയേ വിളമ്പൂ. പക്ഷേ അയൽപക്കത്തെ വീട്ടിലെ സദ്യക്ക് വിളമ്പാൻ നിൽക്കുമ്പോൾ ഔദാര്യമായി വിളമ്പും. താൻ വളരെ ഔദാര്യവാനാണെന്ന് കാണിക്കുന്ന രീതിയിൽ വിളമ്പും. കാരണം എന്താ? താൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത് വിയർപ്പൊഴുക്കി അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ടല്ല ആ സദ്യ നടത്തുന്നത്, മറ്റൊരാളുടെ കാശ് കൊണ്ടാണ്. അങ്ങനെയുള്ള സദ്യകളിൽ എത്ര വേണമെങ്കിലും വിളമ്പി ഔദാര്യവാൻ എന്ന് പേരെടുക്കാൻ ആർക്ക് വേണമെങ്കിലും പറ്റും. സ്വന്തം വിയർപ്പൊഴുക്കി സമ്പാദിച്ച കാശ് കൊണ്ട് സദ്യ നടത്തിയിട്ട് ഔദാര്യവാൻ എന്ന് പേരെടുക്കട്ടെ, അതല്ലേ അതിന്റെ ശരി, അല്ലേ? സുലൈമാൻ തുർക്കിയുടെ ചാരിറ്റിയുടെ കാര്യവും ഇതുപോലെ തന്നെയാണ്. സുലൈമാനോ ഭാര്യയോ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ടല്ല അവർ ചാരിറ്റി ചെയ്യുന്നത്, നാട്ടുകാരുടെ കാശ് കൊണ്ടാണ്. അതിനുവേണ്ടി അവർ ഒരു ചാരി ഈറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കി മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പണം വരുത്തുന്നുമുണ്ട്. അത്തരം ചാരി ഈറ്റബിൾ ട്രസ്റ്റുകളെ കുറിച്ച് സുലൈമാൻ തന്നെ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്. ക്ലിപ്പ് കേട്ട് നോക്കാം. അല്ല ചേട്ടാ, അവര് ചോദിക്കുന്നതിന് ഒരു കാരണമുണ്ട്. എന്താണ്? ഇപ്പൊ കേരളത്തില് ഏകദേശം 175ഓളം ധ്യാന കേന്ദ്രങ്ങളുണ്ട് ക്രിസ്തീയതയില്. അപ്പോ ആ ധ്യാന കേന്ദ്രങ്ങളെല്ലാം മിക്കയിടത്തും 300 രൂപ അല്ലെങ്കിൽ 500 രൂപയാണ് ഫീസ്. അപ്പോൾ അവർ ചോദിക്കുന്ന ന്യായമായ ചോദ്യമാണ്. അപ്പൊ അതെന്തുകൊണ്ട് അവർ അവിടെ അങ്ങനെ പറഞ്ഞുതരാം. ഈ പറഞ്ഞ ധ്യാന കേന്ദ്രങ്ങളെല്ലാം ഒരു പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞാൽ ഒരു ട്രസ്റ്റാണ്. ട്രസ്റ്റിന്റെ കീഴിലായിരിക്കും ധ്യാന കേന്ദ്രം. എന്നിട്ട് ഇവര് ധ്യാനത്തിന് വരുമ്പോ ഫീസ് 300 ആയിരിക്കാം, ചിലപ്പോൾ 500 ആയിരിക്കാം. പക്ഷേ ധ്യാനത്തിന്റെ ഇടയിൽ സ്തോത്ര കാഴ്ച വാങ്ങും. സ്തോത്ര കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു പിരിവാണ്. അത് സദക്ക അല്ലെങ്കിൽ ഒരു ചാരിറ്റി പിരിവാണ്. അതെങ്ങനെയാന്ന് വെച്ചാൽ ആ ധ്യാന കേന്ദ്രത്തിൽ പല കാരണങ്ങൾ പറയാം. ഞങ്ങൾക്ക് വൃദ്ധമന്ദിരമുണ്ട്, ഞങ്ങൾക്ക് അനാഥരെ പോറ്റുന്നുണ്ട്, ഫ്രീ ആയി ധ്യാനിപ്പിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് അത്ര ചെലവുണ്ട്, ഇത്ര ചെലവുണ്ടെന്ന് പറഞ്ഞ് അത് വാങ്ങും. നമ്മളിപ്പം നടത്തിയ ഒരൊറ്റ ബാച്ചിലും ഞങ്ങൾ ഈ സ്തോത്ര കാഴ്ചയോ അല്ലെങ്കിൽ പിരിവോ എടുത്തിട്ടില്ല. മാത്രമല്ല, ഈ നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് ചാരി ഈറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കണം എന്നൊരു വിശ്വാസവും എനിക്കില്ല. ഞങ്ങൾക്കില്ല. ചാരി ഈറ്റബിൾ ട്രസ്റ്റ്, അതായത് ഒരാൾക്ക് നന്മ ചെയ്യാൻ വേണ്ടി ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി കുറെ കാശ് വരുത്തി എന്നിട്ട് അത് പകുതി ചെലവാക്കി പകുതി പലയിടത്തും പോയി ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട ആഗ്രഹമൊന്നുമില്ല. നമുക്ക് ഇത്രേ ഉള്ളൂ, ഈ ഫിലോക്കാലിയ മനുഷ്യന് കുറെ ബോധ്യങ്ങൾ നൽകുന്ന ഒരു ധ്യാനമാണ്. നിങ്ങളിത് കേട്ടല്ലോ. ഞാനായിട്ട് എന്തെങ്കിലും പറഞ്ഞെന്ന് വേണ്ട, അവരായിട്ട് തന്നെ പറയുന്നതാണ്. ഒരാൾക്ക് നന്മ ചെയ്യാൻ വേണ്ടി ചാരി ഈറ്റബിൾ ആയിട്ടൊരു ട്രസ്റ്റ് ഉണ്ടാക്കിയാൽ അവരെന്താണ് ചെയ്യുക എന്ന് ഭാര്യയും ഭർത്താവും കൂടിയാണ് പറയുന്നത്. നാട്ടുകാരിൽ നിന്ന് പിരിച്ചെടുക്കുന്ന കാശിന്റെ
പകുതിയെ അവർ ചെലവഴിക്കുകയുള്ളൂ എന്ന്. ഇത് സുലൈമാനും ഭാര്യയും വ്യക്തമായി തന്നെയാണ് പറയുന്നത്. മനസ്സിലായി? ഞാനായിട്ട് പറഞ്ഞതൊന്നുമല്ല, ഞാനായിട്ട് ഉന്നയിക്കുന്ന ആരോപണവുമല്ല. അപ്പൊ എന്ന് വെച്ചാൽ സുലൈമാനും ഭാര്യയും 10 വീട് വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം 20 വീട് വെക്കാനുള്ള കാശ് അവർ പിരിച്ചിട്ടുണ്ടെന്നാണ്. പിരിക്കുന്ന പൈസയിൽ പകുതിയെ ചെലവഴിക്കുകയുള്ളൂ എന്ന് ഞാനല്ലല്ലോ, സുലൈമാൻ തന്നെയല്ലേ പറഞ്ഞത്. അത്തരം ചാരിറ്റി വർക്കുകളെ കുറിച്ചൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. മാത്രമല്ല, നിങ്ങളൊരാൾക്ക് നന്മ ചെയ്യുന്നെങ്കിൽ അതെങ്ങനെ ചെയ്യണമെന്നും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. വലങ്കൈ ചെയ്യുന്നത് എന്തെന്ന് ഇടംകൈ അറിയരുത്. നന്മ സ്വീകരിക്കുന്ന ആൾക്കാരുടെ ആത്മാഭിമാനത്തിന് മുറിവേൽക്കരുത് എന്നുള്ളതും കൊണ്ട് കൂടിയാണ് കർത്താവ് അങ്ങനെ ഒരു കൽപ്പന നൽകിയിരിക്കുന്നത്. കർത്താവിന്റെ ആ കൽപ്പനയ്ക്ക് പുല്ലുവിലയാണ് സുലൈമാനും ഭാര്യയും കൊടുത്തിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലെ എല്ലാ പ്രചാരണ ഉപാധികളും ഉപയോഗിച്ച് അവരുടെ ചാരിറ്റി വർക്കുകൾ അവർ കൊട്ടിഘോഷിക്കുന്നുണ്ട്. അതൊക്കെ അവരുടെ ഇഷ്ടം, ഞാനൊന്നും പറയാനില്ല. പുറത്തേക്ക് കാണുന്ന അവരുടെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ പിന്നാമ്പുറ കഥകൾ പറയാൻ എനിക്ക് താല്പര്യമില്ല. എന്നെ കൊണ്ടത് പറയിപ്പിക്കാതിരിക്കുന്നതാണ് സുലൈമാനും നല്ലത്. എന്റെ വിഷയം സുലൈമാന്റെ ചാരിറ്റി അല്ല, സുലൈമാൻ പറയുന്ന ദുരുപദേശമാണ്. പിശാചിനെ പിടിച്ച് ദൈവമാക്കി മാറ്റാൻ നോക്കുന്നതും അപ്പോസ്തലന്മാർ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പിടിച്ച് ബൈബിളിലെ യേശുവാക്കാൻ ശ്രമിക്കുന്നതുമൊക്കെയാണ് എന്റെ വിഷയം. തികച്ചും അക്കാദമിക്കായി അതിന് മറുപടി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ എന്നെ കൊണ്ട് വെറുതെ ഫിലോകാലിയയുടെ ചാരി ഈറ്റബിൾ ഇടപാടുകളെ കുറിച്ചുകൂടി പറയിപ്പിക്കാനുള്ള ബുദ്ധിമോശം സുലൈമാൻ കാണിക്കില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിനു മുൻപ് അജീസ് ബ്രദറിന്റെ പോസ്റ്റിൽ ചെന്ന് സുലൈമാൻ ഒരു ബുദ്ധിമോശം കാണിച്ചതിന്റെ അനന്തരഫലമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ബുദ്ധിമോശം കൂടി സുലൈമാൻ കാണിക്കില്ലെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ സുലൈമാന്റെ ഫാൻസിനോട് പറയാനുള്ളത്, നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കാശ് പിരിച്ച് അതിന്റെ പകുതി അടിച്ചു മാറ്റി ബാക്കി പകുതി കൊണ്ട് എന്തെങ്കിലും ചാരിറ്റി വർക്ക് ചെയ്യുന്നു എന്നുള്ള കാരണത്താൽ ദുരുപദേശങ്ങൾ പറഞ്ഞ് ക്രിസ്ത്യാനികളെ വഴിതെറ്റിക്കുന്ന ആട്ടിൻതോലിട്ട ചെന്നായ്ക്കൾക്കെതിരെ മിണ്ടാൻ പാടില്ല എന്നൊക്കെയുള്ള നിങ്ങളുടെ തരികിടവാദം എന്റെ അടുത്ത് ചെലവാക്കാൻ നോക്കരുത്. ചെലവാകില്ല. അത് ചെലവാക്കാനുള്ള അങ്ങാടി നിങ്ങൾ വേറെ നോക്കിക്കോ, അതാണ് നല്ലത്. നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പിരിച്ചിട്ടല്ല, സ്വന്തമായി പണിയെടുത്ത് കാശുണ്ടാക്കി ചാരിറ്റി വർക്കുകൾ ചെയ്യുന്നവനായാലും ശരി, ക്രിസ്ത്യാനികളെ കൊണ്ട് അള്ളാഹു എന്ന പിശാചിന് മഹത്വം കൊടുക്കാൻ ശ്രമിക്കുന്നത് കണ്ടാൽ ഞങ്ങൾ എതിർക്കും. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കേട്ടാ. ഇത് കത്തോലിക്കരായ സുലൈമാൻ ഫാൻസിന് മാത്രമല്ല, ബ്രദറുകാരും ബന്ധക്കോസ്തുകാരും മറ്റുമൊക്കെ ആയിരിക്കുന്ന സുലൈമാൻ ഫാൻസിനോട് കൂടിയാണ് ഈ പറയുന്നത്. നമുക്കിനി വിഷയത്തിലേക്ക് കടക്കാം. സത്യം പറഞ്ഞാൽ സുലൈമാൻ തുർക്കിയുടെ വീഡിയോകൾ നോക്കിയാൽ മനസ്സിലാകും എന്താണ് താൻ പറയുന്നതെന്ന് സുലൈമാന് തന്നെ ഒരു പിടിയുമില്ലെന്ന്. മുൻപ് പറഞ്ഞ പലതിനെയും തള്ളിപ്പറയുന്നു, തള്ളിപ്പറഞ്ഞ പലതിനെയും ഇപ്പൊ തിരിച്ചെടുക്കുന്നു. മനുഷ്യന് പ്രായം കൂടുന്തോറും നിലപാടുകൾ മാറും, അത് സ്വാഭാവികമാണ്. അറിവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് നിലപാടുകൾ മാറും. ഉദാഹരണത്തിന്, പണ്ട് ഞാൻ നിരീശ്വരവാദി ആയിരുന്നപ്പോഴും അത് കഴിഞ്ഞ് വിശ്വാസിയായി തീർന്നിട്ടും കുറെ വർഷങ്ങൾ ഇസ്രായേലിനെതിരായി പലസ്തീനികൾക്ക് അനുകൂലമായിട്ടാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്കിടയിലൊക്കെ സംസാരിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ആ വിഷയത്തെക്കുറിച്ച്, അതായത് ഇസ്രായേൽ പലസ്തീൻ വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുകയും പല ചരിത്രരേഖകളും പരിശോധിച്ച് നോക്കുകയും ചെയ്തപ്പോൾ എൻ്റെ നിലപാട് മാറി. ഇന്ന് ഞാൻ ഇസ്രായേലിന് അനുകൂലമായിട്ടാണ് സംസാരിക്കുന്നത്. അതായത് ഇൻഫർമേഷൻസ് ലഭിക്കുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അറിവുകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് ബൗദ്ധിക സത്യസന്ധത പുലർത്തുന്ന വ്യക്തിയുടെ നിലപാടുകളിൽ വ്യതിയാനങ്ങൾ വന്നുകൊണ്ടിരിക്കും. അത് സ്വാഭാവികമാണ്. അങ്ങനെയുള്ള ഒരു വ്യതിയാനമല്ല, നിലപാട് വ്യതിയാനമല്ല സുലൈമാന്റേത്. നിലപാടില്ലായ്മയാണ് സുലൈമാന്റെ നിലപാട് എന്നുള്ളതാണ് പ്രശ്നം. മനസ്സിലായോ? വെറുതെ പറഞ്ഞതല്ല, ചില ക്ലിപ്പുകൾ കേൾപ്പിക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും. മാത്രമല്ല, ആദ്യത്തെ സാക്ഷ്യം ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് ഞാൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എന്റെ വിശ്വാസത്തിൽ മുഹമ്മദ് അന്തിക്രിസ്തു ആണ്. കാരണം ഈശോ പറയുന്നുണ്ട്, ആരാണോ പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നിഷേധിക്കുന്നത് അവന്റെ ആത്മാവാണ് അന്തിക്രിസ്തുവിൻ്റെത് എന്ന് 1 യോഹന്നാനിൽ ഉണ്ടെന്ന് ഞാൻ പ്രസംഗിച്ചപ്പോൾ എന്നെ മാറ്റി നിർത്തിയിട്ട് അങ്ങനെ പ്രസംഗിക്കരുതെന്നും പറഞ്ഞ് വിലക്കിയതും കത്തോലിക്ക വൈദികരാണ്. അന്ന് ഞാൻ ഈ പറയുന്നത് 25 വർഷം മുമ്പുള്ള കാര്യമാണ്. സുലൈമാൻ കത്തോലിക്കനായതിനു ശേഷം ലഭിച്ച ഇൻഫോർമേഷൻസിന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് അന്തിക്രിസ്തു ആണെന്ന് മനസ്സിലാക്കുകയും അത് പ്രസംഗിക്കുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അത് കൃത്യമാണ്. ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് അന്തിക്രിസ്തുവിനെ തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. അതനുസരിച്ച് ഇസ്ലാം അത് ചേരുന്നതാണ്. അന്ന് അതിനെ കത്തോലിക്കാച്ചന്മാര് തടഞ്ഞു അത്രേ, അങ്ങനെ പ്രസംഗിക്കാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട്. അതായത് 1 യോഹന്നാനിൽ പറഞ്ഞതനുസരിച്ച് പ്രസംഗിക്കരുത്, ബൈബിൾ പ്രസംഗിക്കരുതെന്നും പറഞ്ഞ് അവർ തടഞ്ഞു എന്ന്. അതുകൊണ്ട് സുലൈമാൻ പിന്നെ അങ്ങനെ പ്രസംഗിക്കാനേ നിന്നിട്ടില്ല എന്നാണ് പറയുന്നത്.
മുസ്ലിം ആയിരുന്ന സമയത്ത് മുഹമ്മദ് പ്രവാചകനാണ് എന്നായിരുന്നു സുലൈമാന്റെ നിലപാട്. പിന്നീട് കത്തോലിക്കനായപ്പോൾ മുഹമ്മദ് അന്തിക്രിസ്തു ആണ് എന്ന നിലപാടിലേക്ക് മാറി. മുഹമ്മദ് അന്തിക്രിസ്തു ആണെങ്കിൽ മുഹമ്മദ് പരിചയപ്പെടുത്തിയ അള്ളാഹു ആരായിരിക്കും? പിശാച്, അല്ലാതെ വേറൊന്നുമല്ലല്ലോ, വേറെ ആരുമല്ല, പിശാച് തന്നെ. എങ്കിലും കത്തോലിക്ക അച്ഛന്മാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് അന്തിക്രിസ്തു ആണ് എന്ന സത്യം സുലൈമാൻ പിന്നീട് ആരോടും പറയാതിരുന്നു. അതിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. അറിഞ്ഞ സത്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുക എന്നുള്ളത് സത്യത്തോട് പ്രതിബദ്ധതയുള്ളവർക്ക് മാത്രം പറ്റുന്ന കാര്യമാണ്. അതെല്ലാവർക്കും സാധിക്കണം എന്നില്ല. അതുകൊണ്ട് അറിഞ്ഞ സത്യം പറയാതിരുന്നതിന്റെ പേരിൽ സുലൈമാനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. എന്നാൽ പുറത്താരോടും പറഞ്ഞില്ലെങ്കിലും ഈ അറിഞ്ഞ സത്യത്തിൽ ഉറച്ചു നിൽക്കുകയല്ല, പിന്നീട് നിലപാട് മാറ്റുകയാണ് സുലൈമാൻ ചെയ്തത്. പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, നായ് ഛർദ്ദിച്ചത് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു, കുളിച്ച പന്നി ചെളിക്കുണ്ടിൽ വീണ്ടും ഉരുളുന്നു എന്ന്. ഏതാണ്ട് അതുപോലെയായി തീർന്നു സുലൈമാൻ തുർക്കി. അന്തിക്രിസ്തു ആണെന്നും പറഞ്ഞ് തള്ളിയ മുഹമ്മദിനെ പിന്നീട് പ്രവാചകൻ മുഹമ്മദ് നബി എന്നും അള്ളാഹുവിനെ സുബ്ഹാനഹു തആല എന്നുമൊക്കെയാണ് സുലൈമാൻ വിളിക്കുന്നത്. ലോകത്തിൽ ഏറ്റവും അധികം ജോലിക്കും അധ്വാനത്തിനും ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു മതമാണ് മുസ്ലിം മതം. പ്രവാചകൻ മുഹമ്മദ് നബിയും അള്ളാഹു സുബ്ഹാനഹു തആലയും ഒത്തിരി സ്ഥലങ്ങളിൽ ഖുർആനിലും ഹദീസും ഖുദ്സിയായ ഹദീസുകളിലും ചരിത്രങ്ങളിലും പറയുന്നുണ്ട് ജോലിയുടെ മഹത്വത്തെക്കുറിച്ചും ഒരുവൻ ജോലി ചെയ്യേണ്ടതെങ്ങനെ, സമ്പാദിക്കേണ്ടതെങ്ങനെ, ചെലവഴിക്കേണ്ടതെങ്ങനെ എന്ന്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഒരു കാലത്ത് അന്തിക്രിസ്തു ആയിരുന്ന മുഹമ്മദ് പിന്നീട് സുലൈമാൻ തുർക്കിക്ക് പ്രവാചകനായി മാറി. പ്രവാചകൻ മുഹമ്മദ് നബി. അന്തിക്രിസ്തു ആയിരുന്ന മുഹമ്മദ് പരിചയപ്പെടുത്തിയ അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായി മാറി. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹു ഏറ്റവും മഹത്വമുള്ളവനും അത്യുന്നതനും എന്നാണ്. അപ്പൊ സുലൈമാന്റെ നിലപാട് മാറി. അത് കഴിഞ്ഞ് സുലൈമാൻ പിന്നെയും നിലപാട് മാറ്റി. അള്ളാഹു എന്നത് മുഹമ്മദിന്റെ സൃഷ്ടിയാണെന്നായി. ഇതാ കേട്ടു നോക്കിക്കോ. ഞാൻ ഇപ്പോഴും പറയുന്നു മുഹമ്മദിന്റെ സൃഷ്ടിയാണ് അല്ലാഹ്, അതൊരു വിഗ്രഹമാണ്. ചിലരൊക്കെ ഗൂഗിളിൽ ഇത് ഈ കാണുന്ന രൂപം ഇട്ട് വെച്ചിട്ടാ പറയുന്നത് ഇതാ അല്ലാഹ്, എനിക്കറിയത്തൊന്നുമില്ല. ഇപ്പൊ സുലൈമാൻ തുർക്കിയുടെ നിലപാട് എന്താണ്? അള്ളാഹു എന്ന് പറയുന്നത് മുഹമ്മദിന്റെ സൃഷ്ടിയാണ്, അതാണ്. പക്ഷെങ്കില് നമ്മൾ ദൈവത്തിന്റെ പേരിന് പകരം അള്ളാന്റെ പേരെ പറയൂ. ഇൻഷാ അല്ലാ എന്ന് വെച്ചാൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ അങ്ങനെയേ പറയൂ. അൽഹംദുലില്ലാ, സർവസ്തുതി അള്ളാഹുവിനാകുന്നു, അങ്ങനെ പറയൂ. ഇത് മുഹമ്മദിന്റെ സൃഷ്ടിയാണെന്ന് പറയും. അപ്പോൾ തന്നെ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വവും മറ്റുമെല്ലാം പുകഴ്ചയും ഒക്കെ ഈ അള്ളാഹുവിന് കൊടുക്കണമെന്നും പറയും. ഇപ്പോ 4 വാർഡ് നിന്നും എതിർപ്പുകൾ വരാൻ തുടങ്ങിയപ്പോൾ സുലൈമാൻ പറയുന്നത് യഹോവയും അള്ളാഹുവും തമ്മിലും യേശുവും ഈസയും തമ്മിലും യാതൊരു ബന്ധവുമില്ലെന്നാണ് താൻ പണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ്. അതും കൂടി ഒന്ന് കേട്ടോളൂ. വീണ്ടും പറയുന്നു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അല്ല വേറെ, ഞാൻ സമ്മതിച്ചു. അള്ളയും യഹോവയും തമ്മിൽ ഒരു ബന്ധമില്ലെന്നേ. മുഹമ്മദും ഈശോയും തമ്മിൽ പരിസരത്ത് കൂടെ പോകാൻ പറ്റില്ലെന്നേ. ബൈബിളിലുള്ള ഈശോയും ഖുർആനിൽ പറയുന്ന ഈസാ നബിയും തമ്മിൽ ക്യാരക്ടർ വൈസ് ഒരു ബന്ധമില്ലെന്ന്. ഇതൊക്കെ ഞാനും സമ്മതിക്കുന്ന കാര്യമാണെന്നേ. ഇത് മുഹമ്മദ് മുസ്ലിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത തക്കിയയാണ്. അമുസ്ലിങ്ങളുടെ ഇടയിൽ ചെന്ന് ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനിടയിൽ പിടിക്കപ്പെടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ, അവിടെ തടികേടാകുമെന്ന് മനസ്സിലായാൽ അള്ളാഹുവിനെയും മുഹമ്മദിനെയും തള്ളിപ്പറയാൻ മുസ്ലിങ്ങൾക്ക് മുഹമ്മദ് അനുവാദം കൊടുത്തിട്ടുണ്ട്. തക്കിയ എന്ന് പറയുന്ന സംഗതിയുടെ അടിസ്ഥാനം തന്നെ അതാണ്. ദൈവം അനുവദിച്ചാൽ തക്കിയയെ കുറിച്ച് വേറൊരു വീഡിയോ ചെയ്യാം. അപ്പൊ ഈ കാര്യം, ഇതിന്റെ ചരിത്രപരമായ പശ്ചാത്തലം എന്താണ് എന്നുള്ളത് കാര്യം വിശദമായിട്ട് ഞാൻ പറയാം. ദൈവം അനുവദിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യും. അപ്പൊ ഏതായാലും അതാണ് മുഹമ്മദ് മുസ്ലിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ആ അനുവാദം ഉണ്ടല്ലോ, ആ നിർണായകമായ സന്ധികളിൽ അള്ളാഹുവിനെയും മുഹമ്മദിനെയും തള്ളി പറയാനുള്ള ആ അനുവാദം, അതാണ്, ആ തക്കിയാണ് ഇവിടെ പുറത്തെടുത്തിരിക്കുന്നത് സുലൈമാൻ. ഒരു ക്രിസ്ത്യാനിക്ക് ഇത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. കാരണം ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നതിനേക്കാൾ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നതാണ് ഉചിതം എന്ന് ചിന്തിക്കുന്ന ദൈവമക്കൾക്ക് മുസ്ലിങ്ങളുടെ ഈ തന്ത്രം ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും, എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. മത്തായി 16:25 കർത്താവ് പറഞ്ഞിട്ടുള്ളതാണ്. ഇതും അതുപോലെ തന്നെ, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെയോ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. മത്തായി 10:33. അപ്പൊ ഈ വാക്യങ്ങളാണ്, കർത്താവിന്റെ ഈ വാക്കുകളാണ് സ്വന്തം ജീവരക്ഷയേക്കാളും വലുതായിട്ട് അവൻ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് 1-ാം നൂറ്റാണ്ട് പോലെ ഇങ്ങോട്ടുള്ള ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യേശുക്രിസ്തുവിനെ വെറുതെ ഒന്ന് തള്ളിപ്പറഞ്ഞാൽ മാത്രം ജീവൻ രക്ഷിക്കാമായിരുന്ന അനേക ലക്ഷം പേരാണ്
അതിന് സാധ്യമല്ല എന്ന് പറഞ്ഞ് സ്വന്തം ജീവൻ ബലിയായി കൊടുത്തിട്ടുള്ളത്, കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായി തീർന്നിട്ടുള്ളത്. അവർക്കതാണ് വലുത്, ജീവരക്ഷയേക്കാൾ വലുത് കർത്താവാണ്. ഒരിക്കലും കർത്താവിനെ തള്ളിപ്പറയുകയില്ല. അതുകൊണ്ട് തന്നെ ഒരു ക്രിസ്ത്യാനി ഒരിക്കലും ക്രിസ്തുവിനെയോ ദൈവത്തെയോ തള്ളിപ്പറഞ്ഞ് സ്വന്തം ജീവൻ രക്ഷിക്കാൻ നോക്കുകയില്ല. സ്വാഭാവികമായും അവൻ ഈ നിരീശ്വരവാദികൾ ഒഴികെയുള്ള മറ്റുള്ളവരെ കുറിച്ചും ചിന്തിക്കുന്നത്, ദൈവവിശ്വാസികളായിരിക്കുന്ന അല്ലെങ്കിൽ ദൈവം എന്ന് വിശ്വസിക്കുന്ന ആസ്തിക്യവാദികളായിരിക്കുന്ന ആൾക്കാരെ കുറിച്ച് ചിന്തിക്കുന്നത് അവരും അവരുടെ ദൈവത്തെ തള്ളിപ്പറയുകയില്ല എന്നായിരിക്കും. പക്ഷെ ക്രിസ്ത്യാനികളെ നിങ്ങൾ അറിഞ്ഞിരുന്നോ? ഇസ്ലാമിനകത്ത് പ്രത്യേകമായ പരിതസ്ഥിതിയിൽ അള്ളാഹുവിനെയും മുഹമ്മദിനെയും തള്ളിപ്പറയാനുള്ള അനുവാദം മുഹമ്മദ് തന്നെ മുസ്ലിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ മറക്കരുത്. സുലൈമാൻ എന്താണ് കത്തോലിക്കരെ പഠിപ്പിച്ചിരുന്നത് എന്ന് നമുക്കെല്ലാം അറിയാവുന്നതാണ്. സുലൈമാന്റെ ധ്യാനങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള പല കത്തോലിക്കരും എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഒഴിവാക്കി വിടുന്നു. കാരണം എന്നെ സംബന്ധിച്ച് അത് കേട്ടുകേൾവിയാണ്. ഞാൻ സുലൈമാന്റെ ധ്യാനം കൂടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും നേരിട്ട് കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ സുലൈമാന്റെ യൂട്യൂബ് ചാനലിൽ സുലൈമാൻ തന്നെ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ നമ്മുടെ മുമ്പാകെ ഉണ്ടല്ലോ. സുലൈമാൻ എന്താണ് പഠിപ്പിച്ചതെന്ന് സുലൈമാൻ തന്നെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോകൾ നമുക്ക് അത് കേട്ട് നോക്കാം. എനിക്ക് യേശു ആരാന്നറിയില്ല. യേശു ആരാന്നറിയാൻ വേണ്ടി മുസൽമാന്റെ ഖുർആൻ മുഴുവനും വായിച്ചു കഴിഞ്ഞപ്പോൾ ഖുർആനിനകത്ത് ഇസ്ലാം മതം സൃഷ്ടിച്ച മുഹമ്മദ് നബിയുടെ പേര് 4 സ്ഥലത്താ കണ്ടേ. ഒന്നുറക്കെ പറയാവോ എത്ര സ്ഥലത്ത്? എന്നാൽ അതേ ഖുർആനിൽ യേശുവിന്റെ പേര് 25 സ്ഥലങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ കേട്ടല്ലോ. എനിക്ക് യേശു ആരാണെന്ന് അറിയില്ല. യേശു ആരാണെന്ന് അറിയാൻ വേണ്ടി മുസൽമാന്റെ ഖുർആൻ മുഴുവനും ഞാൻ വായിച്ചു എന്നാണ് സുലൈമാൻ പറയുന്നത്. അപ്പോസ്തലന്മാർ പ്രസംഗിച്ച യേശു ക്രിസ്തുവിനെ കുറിച്ചറിയാൻ അപ്പോസ്തലിക കാലഘട്ടത്തിൽ തന്നെ എഴുതപ്പെട്ട പുതിയ നിയമമാണ് വായിച്ചു നോക്കേണ്ടത്. ദൃക്സാക്ഷികൾ ജീവനോടെ ഇരിക്കുന്ന സമയത്ത് തന്നെ യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതപ്പെട്ട ചരിത്ര രേഖകളാണത്. അല്ലാതെ യേശു ക്രിസ്തുവിന്റെയും അപ്പോസ്തലന്മാരുടെയും കാലം കഴിഞ്ഞ് 6-7 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇസ്രായേലിൽ നിന്നും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കകലെ എഴുത്തും വായനയും അറിയാത്ത ഒരാൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ എഴുതി വെച്ച പുസ്തകത്തെ അല്ല യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയാൻ ആശ്രയിക്കേണ്ടത്. അത് സുലൈമാൻ ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഇനി ഖുർആനിനകത്ത് യേശു എന്നൊരു വാക്കുണ്ടോ? ഇല്ല. ഖുർആനിലുള്ളത് ഈസ എന്ന വാക്കാണ്. ഖുർആനിനകത്ത് 25 സ്ഥലങ്ങളിൽ ഉണ്ടെന്ന് സുലൈമാൻ പറഞ്ഞത് ഈസ എന്ന വാക്കാണ്, അല്ലാതെ യേശു എന്ന വാക്കല്ല, യേശു എന്ന പേരല്ല. ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ഈസയെ തന്നെയാണ് സുലൈമാൻ യേശുവായിട്ട് കാണുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. സ്വയം അങ്ങനെ വിശ്വസിച്ച് നടക്കുക മാത്രമേ സുലൈമാൻ ചെയ്യുന്നുള്ളൂവെങ്കിൽ എനിക്കതിൽ യാതൊരു പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ല. സുലൈമാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ സുലൈമാൻ എന്ത് ചെയ്യുന്നു? ഇക്കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അത് കത്തോലിക്കർക്കിടയിൽ ധ്യാനകേന്ദ്രത്തിൽ മാത്രം പഠിപ്പിക്കായിരുന്നെങ്കിലും പ്രശ്നമില്ല. അത് സോഷ്യൽ മീഡിയയിൽ ഇട്ട്, യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇട്ട് നാട്ടുകാരെയും പഠിപ്പിക്കുന്നു, മറ്റുള്ളവരെയൊക്കെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് സുലൈമാനെ എതിർക്കേണ്ടി വരുന്നത്. മനസ്സിലായോ? എതിർക്കേണ്ടി വരുന്നത് തീർന്നില്ല, അതിന്റെ ബാക്കിയുണ്ട്. സുലൈമാന്റെ ആ പഠിപ്പിക്കൽ എന്താണെന്നുള്ളത് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ഈസയും യേശുവും ഒന്നല്ല രണ്ടാണെന്നുള്ള കാര്യം ഞാൻ അംഗീകരിക്കുന്നു, എനിക്കൊരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞില്ലേ കുറച്ചു മുമ്പ് തള്ളിയത് നമ്മൾ കേട്ടല്ല. അതൊന്നുമല്ല സുലൈമാന്റെ യഥാർത്ഥ പഠിപ്പിക്കൽ എന്താണെന്നുള്ളത് കേട്ടോ. ഖുർആനിനകത്ത് മാതാവിനെ കുറിച്ച് പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് നിങ്ങളോട് പറഞ്ഞു തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇന്ന് അതിന് സമയമില്ല. അപ്പൊ ഞാൻ ഖുർആനിനകത്ത് ഈശോയെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ പറയാം. ഖുർആനിന്റെ 3-ാമത്തെ അധ്യായം 45 മുതൽ 50 വരെയുള്ള വാക്യങ്ങളും ഖുർആനിന്റെ 5-ാമത്തെ അധ്യായം 110-ാമത്തെ വാക്യവും ഖുർആനിന്റെ 19-ാം അധ്യായം മുഴുവനും ഒന്ന് വായിക്കുന്നതിൽ തെറ്റില്ല. ഇതിനകത്ത് പ്രധാനമായും യേശുവിനെ കുറിച്ച് 10 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നുറക്കെ പറയാവോ എത്ര കാര്യങ്ങൾ പറയുന്നുണ്ട്? 10 കാര്യങ്ങൾ ഞാൻ ഒറ്റ പ്രാവശ്യം പറയും, ശ്രദ്ധിച്ചിരുന്നുള്ളൂ. യേശു ദൈവത്തിൻ്റെ വചനമാണ്, ദൈവത്തിൻ്റെ ആത്മാവാണ്. ജനിച്ചിട്ട് ദിവസങ്ങൾക്കുള്ളിൽ യേശു സംസാരിക്കാൻ തുടങ്ങി. വിശുദ്ധ ബൈബിൾ ലോകത്തിന് സമ്മാനിച്ചു. ചെളി കൊണ്ട് ജീവനുള്ള പക്ഷികളെ സൃഷ്ടിച്ചു. രോഗികൾക്ക് സൗഖ്യം കൊടുത്തു.
മരിച്ചവർക്ക് ജീവൻ നൽകി. അവൻ സ്വർഗത്തിലേക്ക് പോയി, ഇപ്പോഴും ജീവിക്കുന്നു, വീണ്ടും ഈ ലോകത്തിലേക്ക് തിരിച്ചു വരും. രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ചൊന്ന് ഉറക്കെ പറയാവോ ഹല്ലേലൂയ. അതിലേറ്റവും പ്രധാനപ്പെട്ട വാക്ക് അറബിയിലെ കലിമത്തുള്ള. കലിമത്തുള്ള അർത്ഥം ദൈവവചനം. ഒന്നുറക്കെ പറയാം, എന്താണ്? യേശു ദൈവവചനമാണെന്ന് ഖുർആൻ. കലിമത്തുള്ള എന്ന് പറഞ്ഞാൽ ദൈവവചനം എന്നല്ല, അള്ളാഹുവിന്റെ വചനം എന്നാണ് അർത്ഥം. മനസ്സിലായി? അള്ളാഹുവിന്റെ വചനം. യേശുക്രിസ്തുവിന് അള്ളാഹുവിന്റെ വചനം എന്നല്ല ബൈബിൾ പറയുന്നത്, ദൈവവചനം എന്നാണ്. ഖുറാനിലെ ഈസയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന 10 കാര്യങ്ങൾ എടുത്തിട്ട് അത് യേശുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് സുലൈമാൻ പഠിപ്പിക്കുന്നത്. നമ്മളൊരു കാര്യം ഓർക്കണം, സത്യം പോലെ തോന്നിപ്പിക്കുന്ന അസത്യങ്ങൾ മൂലമാണ് മനുഷ്യർ വഞ്ചിക്കപ്പെടുന്നത്. 100% അസത്യമായ കാര്യം ഒരിക്കലും ഒരാളും വിശ്വസിക്കുകയില്ല എന്ന് പിശാചിന് നല്ലവണ്ണം അറിയാം. കാരണം ഈ 100% അസത്യമാണെങ്കിൽ കേൾക്കുന്ന മാത്രയിൽ ആൾക്കാർക്ക് പിടികിട്ടും ഇത് ശുദ്ധ നുണയാണ് എന്നുള്ളത്. അതൊരാളും വിശ്വസിക്കാൻ നിൽക്കില്ല. സത്യത്തോടൊപ്പം അസത്യവും കൂടി ചേർത്തിട്ടേ പിശാച് ആളുകളെ വഞ്ചിക്കുകയുള്ളൂ. അതായത് ഒരു 90% അല്ലെങ്കിൽ ഒരു 80-85% സത്യവും ബാക്കി 10-15% നുണയും കൂട്ടിച്ചേർത്തിട്ടാണ് പിശാച് എന്ത് കാര്യവും ജനങ്ങളെ വഞ്ചിക്കാനായിട്ട് കൊണ്ടുവരുന്നത്, ഇറക്കുന്നത്. എങ്കിലേ ആളുകൾ അത് വിശ്വസിക്കാനായിട്ട് തയ്യാറാവുകയുള്ളൂ, അല്ലെങ്കിൽ അത് തള്ളിക്കളയും. അപ്പൊ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ 30 രൂപയുടെയോ 40 രൂപയുടെയോ 60 രൂപയുടെയോ 70 രൂപയുടെയോ അല്ലെങ്കിൽ 80-90 രൂപയുടെയോ 110 രൂപയുടെ 150 രൂപയുടെയോ അല്ലെങ്കിൽ 300 രൂപയുടെയോ 400 രൂപയുടെയൊക്കെ കള്ളനോട്ട് കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. എന്താ കാരണം? അത്തരം കള്ളനോട്ടുകൾ അച്ചടിക്കാൻ പറ്റാഞ്ഞിട്ടാണോ? അതുകൊണ്ടൊന്നുമല്ല. അച്ചടിക്കണമെങ്കിൽ അച്ചടിക്കാലോ, അവർക്ക് അവരുടെ സ്വന്തമായ ഡിസൈനൊക്കെ കൊടുത്തുവാണെങ്കിൽ അച്ചടിക്കാം. എന്നിട്ട് അവർ അച്ചടിക്കാത്തതിന്റെ കാരണം എന്താ? ആ കള്ളനോട്ടുകൾ വിപണിയിൽ ചെലവാകുകയില്ല എന്ന് കള്ളനോട്ട് അടിക്കുന്നവർക്ക് നല്ലവണ്ണം അറിയാം. കാരണം ഒറിജിനൽ ഇല്ല. ഒറിജിനൽ ഇല്ലാത്ത ഒന്നിന്റെ ഒരു വ്യാജനെ അവതരിപ്പിക്കാൻ പറ്റുകയില്ല. അത് വ്യാജനല്ല, വരുന്നത് തന്നെയായിരിക്കും ഒറിജിനൽ. അപ്പൊ ഏതായാലും അത് സർക്കാർ ഇറക്കുന്നതല്ല. സർക്കാർ ഇറക്കിയെങ്കിൽ അത് ഒറിജിനൽ ആവുകയുള്ളൂ. കള്ളനോട്ടടിക്കാർ ഇറക്കുന്നത് എങ്ങനെയായാലും അത് വ്യാജം തന്നെയാണ്. അപ്പൊ സർക്കാർ 30 രൂപയുടെ നോട്ട് ഇറക്കാത്ത കാലത്തോളം ഇവരെന്ത് ചെയ്യില്ല? 30 രൂപയുടെ കള്ളനോട്ട് ഇറക്കില്ല. സർക്കാർ 100 രൂപയുടെ നോട്ട് ഇറക്കിയിട്ടുള്ളത് കൊണ്ട്, ഒറിജിനൽ നോട്ട് ഇറക്കിയിട്ടുള്ളത് കൊണ്ട് ഇവരെന്ത് ചെയ്യും? 100 രൂപയുടെ കള്ളനോട്ട് ഇറക്കുകയും ചെയ്യും. അപ്പൊ ഇത് ഈ പറഞ്ഞ കാര്യം ഇത് പിശാചിന് നല്ലവണ്ണം അറിയാവുന്നതിനാൽ അവൻ എന്ത് ചെയ്യും? യേശുക്രിസ്തുവിന്റെ പല സ്വഭാവ ഗുണങ്ങളും ആരോപിച്ചുകൊണ്ട് ഈസാ നബി എന്ന് പറഞ്ഞൊരു വ്യാജന ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒറിജിനലിനോട് എത്രത്തോളം സാമ്യം പുലർത്താമോ അത്രത്തോളം സാമ്യം പുലർത്തിയാലേ ആളുകളെ വഞ്ചിക്കാൻ കഴിയൂ. 100 രൂപയുടെ ഒറിജിനൽ നോട്ടും അതുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ 100 രൂപ എന്ന് മാത്രം എഴുതിയിട്ട് ഒരു വ്യാജ നോട്ടും ആരെങ്കിലും ഇറക്കിയെന്ന് വെച്ചു, അത് ചെലവാകില്ല. ആൾക്കാർക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും ഇത് സർക്കാർ ഇറക്കിയതല്ല. പക്ഷെ എന്ത് ചെയ്യും? ഈ ഒറിജിനലിനോട് പരമാവധി സാമ്യം പുലർത്തിക്കൊണ്ട് അതിനെ പരമാവധി കോപ്പി അടിക്കാൻ ശ്രമിച്ചുകൊണ്ടുള്ള ഒരു നോട്ട് ഇറക്കി കഴിയുമ്പോൾ ആളുകൾ വഞ്ചിക്കപ്പെടും, പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പൊ ഈ കള്ളനോട്ട് ഇറക്കുന്നവന്മാർ അല്ലെങ്കിൽ ഈ വ്യാജന ഇറക്കുന്നവന്മാര് പരമാവധി ഒറിജിനലുമായിട്ട് സാമ്യത പുലർത്താനായിട്ട് ശ്രമിക്കും. അപ്പൊ ഇത് പിശാചിന് അറിയാവുന്നത് കൊണ്ടാണ് ബൈബിളിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും പിശാച് അവിടെ നിന്ന് എടുത്തിട്ട് ഈ ഖുറാനിലെ ഈസയിൽ ആരോപിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഇത് ഈസ എന്ന് പറയുന്നത് പിശാച് ഉണ്ടാക്കിയിരിക്കുന്ന, പിശാചും മുഹമ്മദും കൂടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വ്യാജനാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അവരെടുത്തിട്ടില്ല. ഈസാ നബിയെ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും എടുത്തിട്ടില്ല. എല്ലാ കാര്യങ്ങളും എടുത്താൽ പിന്നെ അത് ബൈബിളിലെ യേശു തന്നെയായിരിക്കും. ബൈബിളിലെ യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എടുത്തുകൊണ്ട് ഇപ്പുറത്തൊരു കഥാപാത്രം അങ്ങനെ വന്നത് യേശു തന്നെയാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആളുകളെ രക്ഷയിൽ നിന്ന് അകറ്റിക്കളയുക എന്ന പിശാചിന്റെ ഉദ്ദേശം നടക്കുകയില്ല. അതുകൊണ്ട് അവൻ എന്താണ് ചെയ്തതെന്ന് അറിയാമോ? മനുഷ്യന്റെ ആത്മരക്ഷ സാധ്യമാക്കുന്ന കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു വ്യാജ യേശുവിനെ ഉണ്ടാക്കി. ആ വ്യാജ യേശുവാണ് ഈസാ നബി എന്ന ഖുറാനിലെ കഥാപാത്രം. ബൈബിളിലെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പല ഗുണങ്ങളും വിശേഷങ്ങളും അവൻ ഈസാ നബി എന്ന വ്യാജനിലും ആരോപിച്ചിട്ടുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ അവൻ ഒഴിവാക്കി. ഒന്ന്, ഖുറാനിലെ ഈസാ നബി ദൈവമോ ദൈവപുത്രനോ അല്ല.
2, ഖുറാനിലെ ഈസാ നബി മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി കുരിശിൽ മരിക്കുകയോ അടക്കപ്പെടുകയോ ഉയർത്തെഴുന്നേൽക്കുകയോ ചെയ്തിട്ടില്ല. ഈ 2 കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു വ്യാജ യേശു, അതാണ് ഈസാ നബി. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, യേശുക്രിസ്തു കന്യകയിൽ നിന്ന് ജനിച്ചു എന്നുള്ളത് കൊണ്ടല്ല എനിക്ക് ആത്മരക്ഷ കിട്ടിയത്. യേശുക്രിസ്തു പാപമില്ലാതെ പരിശുദ്ധനായി ജീവിച്ചു എന്നുള്ളത് കൊണ്ടല്ല എനിക്ക് ദൈവത്തിൽ നിന്ന് പാപമോചനം കിട്ടിയത്. യേശുക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്തു എന്നുള്ളത് കൊണ്ടല്ല എനിക്ക് നരകത്തിൽ നിന്നുള്ള മോചനം ലഭിച്ചത്. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊന്നുമല്ല, മറിച്ച് യേശുക്രിസ്തു എന്റെ പാപം ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ്. ആ കാര്യം ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുകയും എനിക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശുക്രിസ്തുവിനെ എന്റെ ജീവിതത്തിന്റെ കർത്താവായി സ്വീകരിക്കുകയും ചെയ്തതുകൊണ്ടാണ് എനിക്ക് പാപമോചനവും നീതീകരണവും ലഭിച്ചിരിക്കുന്നത്. എനിക്ക് ആത്മരക്ഷ ലഭിച്ചത് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലുള്ള വിശ്വാസം മൂലമാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ക്രൂശിൽ മരിക്കാത്ത ക്രിസ്തുവിനെ കൊണ്ട് എനിക്ക് യാതൊരു പ്രയോജനവുമില്ല. എനിക്കെന്നല്ല, ലോകത്തുള്ള ഒരു മനുഷ്യനും ക്രൂശിൽ മരിക്കാത്ത ക്രിസ്തുവിനെ കൊണ്ട് പ്രയോജനമില്ല. ഇസ്ലാമിലെ ഈസാ നബി ക്രൂശിൽ മരിക്കാത്തവനാണ്. അത് അപ്പോസ്തലന്മാർ പ്രസംഗിച്ച യേശു ക്രിസ്തു അല്ല. അപ്പോസ്തലന്മാർക്കും ബൈബിളിനും ക്രിസ്ത്യാനികൾക്കും അന്യമായിരിക്കുന്ന മറ്റൊരു യേശുവാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 3-4 വാക്യങ്ങൾ ഈ വിഷയത്തിലുള്ള ശക്തമായ ഒരു മുന്നറിയിപ്പാണ്. വിശ്വാസികൾക്ക് ശക്തമായ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന വേദഭാഗമാണത്. ഞാനത് വായിക്കാം. എന്നാൽ സർപ്പം ഹവ്വായെ തന്ത്രപൂർവം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിപ്പിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്തെന്നാൽ ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു യേശുവിനെ ആരെങ്കിലും വന്ന് പ്രസംഗിക്കുകയോ, നിങ്ങൾ സ്വീകരിച്ചതല്ലാത്ത മറ്റൊരു ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ, നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ നിങ്ങൾ അനായാസം അതിനെല്ലാം കീഴടങ്ങുകയായിരിക്കും ചെയ്യുക. 2 കൊരിന്ത്യർ 11-3-4 വാക്യങ്ങൾ. അപ്പോസ്തലന്മാർ പ്രസംഗിച്ച യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപം മോചിക്കാൻ വേണ്ടി ജഡം ധരിച്ച് മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് കുരിശിൽ മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ സാക്ഷാൽ ദൈവം തന്നെയാണ്. അവനാണ് ഒറിജിനൽ ക്രിസ്തു. ആ ക്രിസ്തുവിനെയാണ് അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത്. ആ ക്രിസ്തുവിനെയാണ് ക്രിസ്ത്യാനികൾ സ്വീകരിച്ചത്. എന്നാൽ ഇസ്ലാമിലെ ഈസാ നബി ദൈവമോ ദൈവപുത്രനോ അല്ല, ക്രൂശിൽ മരിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഉയർത്തെഴുന്നേറ്റിട്ടുമില്ല. അത്തരം കള്ളക്രിസ്തുവിനെ കുറിച്ചാണ് പൗലോസ് ശ്ലീഹ മുന്നറിയിപ്പ് തന്നത്. ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു യേശുവിനെ ആരെങ്കിലും വന്ന് പ്രസംഗിക്കുകയോ, നിങ്ങൾ സ്വീകരിച്ചതല്ലാത്ത മറ്റൊരു ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ, നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ നിങ്ങൾ അനായാസം അതിനെല്ലാം കീഴടങ്ങുകയായിരിക്കും ചെയ്യുക എന്ന്. അപ്പോസ്തലന്മാർ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു യേശുവിനെയാണ് സുലൈമാൻ തുർക്കി 10-25 കൊല്ലമായി കത്തോലിക്കരുടെ ധ്യാനവേദികളിൽ നിന്നുകൊണ്ട് കത്തോലിക്കരോട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. അത്തരം ധ്യാനങ്ങളിൽ പങ്കെടുത്ത് അപ്പോസ്തലന്മാർ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു യേശുവിനെ സ്വീകരിച്ച കത്തോലിക്കർക്ക് ലഭിച്ചിട്ടുള്ളത് മറ്റൊരാത്മാവാണ്. ബൈബിളിലെ പരിശുദ്ധാത്മാവല്ലേ അല്ല അത്. ബൈബിളിനും അപ്പോസ്തലന്മാർക്കും അന്യമായിരിക്കുന്ന മറ്റൊരാത്മാവ്. ഈ മറ്റൊരാത്മാവിനെ അവർ സ്വീകരിച്ചത് കൊണ്ടാണ് അവരെ അനായാസം കീഴടക്കാൻ സുലൈമാൻ തുർക്കിക്ക് സാധിക്കുന്നത്. നിങ്ങൾ അനായാസം അതിനെല്ലാം കീഴടങ്ങുകയായിരിക്കും ചെയ്യുക എന്ന് പൗലോസ് അപ്പോസ്തലൻ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. ആ മുന്നറിയിപ്പിന് കത്തോലിക്കർ ഒരു വിലയും കൊടുത്തില്ല. അതുകൊണ്ടാണ് 10-25 കൊല്ലമായിട്ട് ഈ ദുരുപദേശം അവരുടെ വേദികളിൽ പ്രസംഗിക്കാൻ അവർ അനുവദിച്ചത്, അവരുടെ നേതൃത്വം അനുവദിച്ചത്. കത്തോലിക്കരുടെ അവസ്ഥ കണ്ടിട്ടെങ്കിലും പ്രൊട്ടസ്റ്റന്റുകാരെ നിങ്ങൾ പഠിച്ചോ? സുലൈമാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ രംഗത്തിറങ്ങിയിരിക്കുന്ന ബ്രദറുകാരോടും പെന്തക്കോസ്തുകാരോടുമാണ് ഞാൻ ഈ പറയുന്നത്. മനസ്സിലായോ? അവരോടാണ് ഞാൻ ഈ പറയുന്നത്. മറ്റൊരു യേശുവിനെയാണ് സുലൈമാൻ പ്രസംഗിക്കുന്നത്. ക്രൂശിൽ മരിക്കാത്ത, ദൈവമോ ദൈവപുത്രനോ അല്ലാത്ത, ശിശുവായിരിക്കുമ്പോൾ തൊട്ടിലിൽ കിടന്ന് സംസാരിച്ച, കളിമണ്ണുകൊണ്ട് പക്ഷികളെ ഉണ്ടാക്കി അവയ്ക്ക് ജീവൻ കൊടുത്ത് കളിക്കുന്ന, ആകാശത്തുനിന്ന് ഭക്ഷണത്തളിക ഇറക്കി കൊടുക്കുന്ന ഈസാ നബി എന്ന പേരിൽ അറിയപ്പെടുന്ന മറ്റൊരു യേശു. ആ യേശുവിന് വേണ്ടി നിങ്ങൾ സംസാരിക്കാൻ നിൽക്കരുത്.
കേട്ടോ. അവർക്ക് വേണ്ടി പ്രൊട്ടസ്റ്റന്റുകാരെ നിങ്ങൾ സംസാരിക്കാൻ നിൽക്കരുത്. അത്തരം യേശുവിന് വേണ്ടി കത്തോലിക്കരോട് എനിക്കൊന്നും പറയാനില്ല, അവരോട് അവരുടെ നേതൃത്വം പറയട്ടെ. പക്ഷെ രക്ഷിക്കപ്പെട്ട ദൈവമക്കളോട് ഒരു ദൈവമകൻ എന്ന നിലയിൽ, അവരുടെ ഒരു കൂട്ടു സഹോദരൻ എന്ന നിലയിൽ ഞാൻ പറയട്ടെ, സുലൈമാൻ തുർക്കി പ്രസംഗിക്കുന്ന ഈസാ നബി അപ്പോസ്തലന്മാർക്കും ബൈബിളിലും ക്രിസ്ത്യാനികൾക്കും അന്യമായിരിക്കുന്ന മറ്റൊരു യേശുവാണ്. പരിശുദ്ധ ത്രിയേകത്വത്തിൽ ഉൾപ്പെടുന്ന ദൈവപുത്രനല്ല ആ യേശു. സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളെയും ചതിക്കരുതെന്ന്, നിങ്ങൾ പിശാചിന്റെ കെണിയിലും വഞ്ചനയിലും അകപ്പെട്ടു പോകരുതെന്ന് എനിക്ക് അത്യധികമായ ആഗ്രഹമുള്ളത് കൊണ്ടാണ് പിന്നെയും പിന്നെയും ഇക്കാര്യം ഞാൻ പറയുന്നത്. സുലൈമാൻ തുർക്കി എന്താണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എന്ന് നാം കാണുകയുണ്ടായി. പണ്ടത്തേതുപോലെയല്ല. ഇസ്ലാമിനെ കുറിച്ച് ഒരുവിധം നന്നായി തന്നെ അറിയാവുന്ന ആളുകൾ ഇന്ന് കത്തോലിക്കർക്കിടയിലുണ്ട്. അവർ സുലൈമാനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. സുലൈമാന്റെ പഠിപ്പിക്കലുകളെ എതിർത്തുകൊണ്ട് ഈ അൽമായര് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളും വീഡിയോകളും ഇറക്കാൻ തുടങ്ങി. അങ്ങനെ എതിർപ്പുകൾ രൂക്ഷമായപ്പോൾ ഫാദർ മൈക്കിൾ കാരിമറ്റത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട് സുലൈമാൻ ചില വിശദീകരണ വീഡിയോകൾ ഇറക്കിയിരുന്നു. അതിൽ നിന്നുള്ള ഒരു ക്ലിപ്പ് ഞാൻ കേൾപ്പിക്കാം. മാരിയോയുടെ കാഴ്ചപ്പാടില് ഖുറാനിൽ പറയുന്ന ഈശോയും അല്ല ഈസാ നബിയും മിരിയാമും ബൈബിളിൽ പറയുന്ന യേശുവും യേശുവിൻ്റെ അമ്മയും ഒരാളാണ് എന്നാണ് മാരിയോ പഠിപ്പിക്കുന്നത്. അല്ല എന്ന് ഖുറാൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു, അവകാശപ്പെടുന്നു. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് മാരിയോയുടെ അടുത്ത് അറിയേണ്ടതാണ്, ആരാണ് ഈ ഖുറാനിലെ ഈസാ നബി, ആരാണ് സുവിശേഷങ്ങളിലെ യേശു? ഇത് രണ്ടും ഒരാളാണോ അല്ലയോ? ഓക്കെ അച്ഛാ, ഈശോയുടെ പഠനം അനുസരിച്ച് ഒന്നെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ പറയണം. അതിൻ്റെ ഇടയിൽ ഈശോയ്ക്ക് വലിയ ഇഷ്ടമുള്ള പരിപാടിയല്ല. അച്ഛൻ എന്നോട് ചോദിച്ച ചോദ്യം, ഖുർആനിൽ പറയുന്ന ഈസാ നബിയാണോ ബൈബിളിലെ യേശു ക്രിസ്തു, ഖുർആനിലെ മറിയമാണോ ബൈബിളിലെ മറിയം എന്നാ ചോദിച്ചേ. എടുത്ത വായിക്ക് ഞാൻ അതിന് മറുപടി യെസ് എന്നേ പറയുള്ളൂ, ആണ് എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് ആരെതിർത്താലും അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കേട്ടല്ലോ, ബൈബിളിലെ യേശു ക്രിസ്തുവും ഖുറാനിലെ ഈസയും ഒരാളാണോ എന്ന് ചോദിച്ചാൽ യെസ് എന്ന് തന്നെയാണ് തന്റെ ഉത്തരം എന്നാണ് സുലൈമാൻ പറയുന്നത്. ആണ്, രണ്ടുപേരും ഒന്ന് തന്നെയാണ്, ആരെതിർത്താലും അങ്ങനെയേ തനിക്ക് പറയാൻ പറ്റൂ എന്നാണ് സുലൈമാൻ തന്റെ നിലപാട് വ്യക്തമാക്കുന്നത്. ഇത്രയും നാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ആളാണ് സുലൈമാൻ. ആ പഠിപ്പിക്കലിനെതിരെ ഇപ്പൊ എല്ലായിടത്തു നിന്നും ആക്രമണം ശക്തമായപ്പോൾ സുലൈമാൻ കടകം മറിഞ്ഞു. ഇപ്പൊ എന്താണ് പറയുന്നത് നമ്മൾ കുറച്ചു മുമ്പ് കേട്ടതാണ്, എങ്കിലും ഒരു വട്ടം കൂടി കേട്ടു നോക്കാം. വീണ്ടും പറയുന്നു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അല്ല വേറെ, ഞാൻ സമ്മതിച്ചു. അള്ളയും യഹോവയും തമ്മിൽ ഒരു ബന്ധമില്ലെന്നേ, മുഹമ്മദും ഈശോയും തമ്മിൽ പരിസരത്ത് കൂടെ പോകാൻ പറ്റില്ലെന്നേ, ബൈബിളിലുള്ള ഈശോയും ഖുർആനിൽ പറയുന്ന ഈസാ നബിയും തമ്മിൽ ക്യാരക്ടർ വൈസ് ഒരു ബന്ധമില്ലെന്ന്, ഇതൊക്കെ ഞാനും സമ്മതിക്കുന്ന കാര്യമാണെന്നേ. അല്ലാഹുവും യഹോവയും തമ്മിലും ഈസയും യേശുവും തമ്മിലും യാതൊരു ബന്ധവുമില്ല എന്ന് ഞാനും സമ്മതിക്കുന്ന കാര്യമാണെന്നാണ് സുലൈമാൻ ഇപ്പൊ പറയുന്നത്. ഈ തഖിയുടെ ആഴം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇത്രയും നാൾ സുലൈമാൻ ധ്യാനവേദികളിൽ നിന്നുകൊണ്ട് എന്താണ് പ്രസംഗിച്ചതെന്നും പഠിപ്പിച്ചതെന്നും നമ്മൾ വീഡിയോകളിൽ നിന്ന് കണ്ടു, പല വീഡിയോകളിൽ നിന്നായിട്ട് നമ്മൾ കണ്ടു. ആ പഠിപ്പിക്കലുകൾക്കെതിരെ കത്തോലിക്കർക്കിടയിൽ നിന്നും എതിർപ്പുകൾ വന്നപ്പോൾ ഇറക്കിയ വിശദീകരണ വീഡിയോയിൽ ഫാദർ മൈക്കിൾ കാരിമറ്റത്തിന്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ആരെന്തൊക്കെ പറഞ്ഞാലും യേശുവും ഈസയും ഒന്നാണെന്ന് തന്നെയാണ് തന്റെ മറുപടി എന്ന ഉറച്ച ശബ്ദത്തിൽ സുലൈമാൻ പറഞ്ഞതും നമ്മൾ കേട്ടു. അങ്ങനെയുള്ള സുലൈമാൻ ഇപ്പൊ എതിർപ്പുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായപ്പോ പറയുകയാണ്, അല്ലാഹുവും യഹോവയും തമ്മിലും ഈസയും യേശുവും തമ്മിലും യാതൊരു ബന്ധവുമില്ല എന്ന് ഞാനും സമ്മതിക്കുന്ന കാര്യമാണ്. ഇസ്ലാമിനെ കുറിച്ച് ശരിക്കും പഠിച്ചിട്ടുള്ളവർക്ക് മാത്രമേ ഇതിനകത്തുള്ള തക്കിയ കൃത്യമായി മനസ്സിലാവുകയുള്ളൂ. ഇത്തരം സന്ദർഭങ്ങളിൽ അല്ലാഹുവിനെയും മുഹമ്മദിനെയും വരെ തള്ളാൻ അനുവാദം കിട്ടിയിട്ടുള്ളവനാണ് ഒരു മുസൽമാൻ. മുഹമ്മദിനെ തള്ളുന്ന അവന് ഈസാ നബിയെ തള്ളാനാണോ ഇത്ര പാട്? എന്ത് പാട്? എന്നാൽ ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സുലൈമാൻ തുർക്കിയുടെ വീഡിയോകൾ പരിശോധനാ വിധേയമാക്കുകയും ജനത്തെ ഉപായങ്ങളാൽ വഞ്ചിക്കാൻ വേണ്ടി പിശാചിന്റെ തന്ത്രങ്ങളെ കത്തോലിക്കർക്കിടയിലേക്കും പ്രൊട്ടസ്റ്റന്റുകാർക്കിടയിലേക്കും കടത്തിവിട്ടത് എങ്ങനെയാണെന്നും ദൈവം അനുവദിച്ചാൽ വരും ദിവസങ്ങളിൽ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ബൈബിളിന് അന്യമായിരിക്കുന്ന, അപ്പോസ്തലന്മാർക്കറിയാത്ത, ക്രിസ്ത്യാനികൾ സ്വീകരിച്ചിട്ടില്ലാത്ത മറ്റൊരു യേശുവിനെയും മറ്റൊരു ആത്മാവിനെയും തള്ളിക്കളയാൻ ആഹ്വാനം ചെയ്തുകൊണ്ടും ഉപായങ്ങളാൽ നിങ്ങളെ ചതിക്കാൻ നോക്കുന്ന വഞ്ചകരിൽ കൊടും വഞ്ചകനായ അല്ലാഹുവിനെയും അവന്റെ ഏജന്റായ സുലൈമാൻ തുർക്കിയെയും കരുതിയിരിക്കാൻ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടും ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നമ്മളെല്ലാവരെയും
കർത്താവായ യേശു ക്രിസ്തു കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ.